ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇതിൽ ആരാണ് മുന്നിലെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. മമ്മൂട്ടി മോഹൻലാൽ കോംബോ കഴിഞ്ഞാൽ പിന്നെ മുന്നിട്ട് നിൽക്കുന്നത് പൃഥ്വിരാജും ടൊവിനോ തോമസുമാണ്. പണക്കിലുക്കത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഇന്ന് 1000 കോടി പ്രതീക്ഷകൾ സിനിമാ പ്രവർത്തകരുടെ അത്യാഗ്രഹമല്ലാതായിരിക്കുന്നു. അത്രക്കില്ലെങ്കിലും മോളിവുഡ് സിനിമയും ഇന്ന് കോടികളുടെ കണക്കെടുപ്പിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാളത്തിന്റെ 24 വർഷത്തെ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കുകയാണ് ഇവിടെ. ആരൊക്കെയാണ് മുന്നിലെന്നറിയുന്നത് സിനിമാ ആസ്വാദകർക്ക് കൗതുകമുള്ള കാര്യമായിരിക്കും. കേരളത്തിൽ 2000 തൊട്ടിങ്ങോട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് ഒന്നാമതെത്തിയതെന്നാണ് ഓരോ വർഷത്തെയും മലയാളത്തിലെ ഗ്രോസ് കളക്ഷൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത്. വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കളക്ഷനിൽ ഏത് താരമാണ് മുന്നിലെന്നതാണ് നിലവിൽ പരിശോധന. 2000-ൽ മോഹൻലാൽ നായകനായ നരസിംഹമാണ് കളക്ഷനിൽ ഗ്രോസ് അടിസ്ഥാനത്തിൽ മുന്നിലെത്തിയ മലയാള സിനിമ. നരസിംഹം നേടിയത് 21 കോടി രൂപയാണ്. 2001-ലും മോഹൻലാൽ ആയിരുന്നു മുന്നിൽ. മോഹൻലാലിന്റെ രാവണപ്രഭു 17 കോടിയുമായി കളക്ഷനിൽ ഒന്നാമതെത്തി. ദിലീപ് നായകനായ മീശമാധവൻ എന്ന ചിത്രമാണ് 3-ാം സ്ഥാനത്ത്. 2003-ലെത്തിയപ്പോൾ കളക്ഷൻ 19 കോടി രൂപയായിരുന്നു. 2003-ലും മോഹൻലാൽ തന്നെ ഒന്നാമതെത്തി. ബാലേട്ടൻ നേടിയത് 14 കോടിയായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ മമ്മൂട്ടി കളക്ഷനിൽ ആദ്യമായി ഒന്നാമതെത്തുന്നത് 2004-ലാണ്. സേതുരാമയ്യർ 14 കോടി കളക്ഷൻ നേടിയപ്പോഴാണ് മമ്മൂട്ടി ഒന്നാമതെത്തുന്നത്. തൊട്ടു പിന്നാലെ മമ്മൂട്ടി 2005-ലും ഒന്നാമതെത്തി. മമ്മൂട്ടിയുടെ രാജമാണിക്യം നേടിയത് 25 കോടിയുടെ കളക്ഷൻ എന്നത് അക്കാലത്തെ വൻ റെക്കോർഡുമായിരുന്നു. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു 2006-ൽ മുന്നിലെത്തിയത്. പൃഥ്വിരാജ് അടക്കമുള്ളവർ പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ 24 കോടിയാണ് ക്ലാസ്മേറ്റ്സ് നേടിയത്. 2007-ൽ മമ്മൂട്ടിയുടെ മായാവി 15 കോടി രൂപ നേടി ഒന്നാമതെത്തി. മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളും ഭാഗമായ 2020 ആയിരുന്നു 2008-ൽ ഒന്നാമത്. 2009-ലും 2010-ലും മമ്മൂട്ടി തന്നെയായിരുന്നു കളക്ഷനിൽ മുന്നിൽ നിന്നത്. പഴശ്ശിരാജ 2009-ൽ 15 കോടി കളക്ഷനാണ് നേടിയത്. മമ്മൂട്ടിയുടെ പോക്കിരിരാജ നേടിയത് 16.5 കോടി രൂപയായിരുന്നു. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് ചിത്രമായ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആയിരുന്നു 2011-ൽ ഒന്നാമത്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് 28 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. 2012-ൽ മായാമോഹിനിയിലൂടെ ദിലീപ് ആയിരുന്നു മുന്നിട്ട് നിന്നത്. 2013-ൽ മോഹൻലാൽ മറ്റൊരു റെക്കോർഡുമായി കളക്ഷനിൽ മുന്നിലെത്തി. മോഹൻലാലിന്റെ ദൃശ്യത്തിന് 71 കോടിയായിരുന്നു ലഭിച്ചത്. ദുൽഖർ, നിവിൻ പോളി, ഫഹദ് ചിത്രം ബാംഗ്ലൂർ ഡേയ്സ് ആണ് 2014-ൽ മുന്നിലെത്തിയത്. ബാംഗ്ലൂർ ഡേയ്സ് നേടിയത് 45 കോടി രൂപയായിരുന്നു. 2015-ൽ നിവിൻ പോളിയായിരുന്നു മുന്നിൽ നിന്നത്. സർപ്രൈസ് ഹിറ്റായ പ്രേമം 60 കോടി കളക്ഷനാണ് നേടിയെടുത്തത്. പുലിമുരുകനിലൂടെ മലയാളം 100 കോടി ക്ലബിൽ ആദ്യമായി എത്തിയ 2016-ൽ മോഹൻലാലാണ് മുന്നിൽ. നിവിൻ പോളി നായകനായി വേഷമിട്ട ചിത്രം കായംകുളം കൊച്ചുണ്ണിയിൽ മോഹൻലാൽ എക്സ്റ്റൻഡഡ് കാമിയോയും എത്തിയപ്പോൾ 72 കോടി നേടി ആ വർഷം ഒന്നാമതെത്തി. 2019-ൽ വീണ്ടും മോഹൻലാലിന്റെ 100 കോടി ക്ലബ്ബ്. 2023-ൽ 2018 എന്ന സിനിമ 200 കോടിയുടെ കളക്ഷനുമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. 2024-ൽ മഞ്ഞുമൽ ബോയ്സ് 241 കോടിയോടെ ഒന്നാമതുണ്ട്. വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ ചിത്രങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ഒന്നാമതെത്തിയത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടേതുമാണ്.